ഡൽഹി ജന്തർ മന്ദിറിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തിയ ജൻസി പ്രക്ഷോഭകർക്കെതിരെയും സമരത്തിലെ സ്ത്രീകളെ അധിക്ഷേപിച്ചും RSS ആശയപ്രചാരകൻ ടി.ജി. മോഹൻദാസ് നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിൽ വ്യാപക പ്രതിഷേധം. വിദ്യാർത്ഥികളെ കൂട്ടക്കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങേയറ്റം അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്ത ടി.ജി. മോഹൻദാസിനെതിരെ കർശന ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFIയും AIYFും പോലീസിലും സംസ്ഥാന ആഭ്യന്തര വകുപ്പിലും പരാതി നൽകി. യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയിലാണ് ജന്തർ മന്ദിറിലെ പ്രക്ഷോഭകരെയും സ്ത്രീകളെയും പരസ്യമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ മോഹൻദാസ് നടത്തിയത്. പ്രക്ഷോഭ സ്ഥലത്തു നിന്നും പോലീസിനെ പൂർണ്ണമായും പിൻവലിച്ച് സമരക്കാർക്ക് വിട്ടു നൽകിയാൽ അവിടെ കൊലപാതകങ്ങളും കൂട്ടബലാത്സംഗങ്ങളും നടക്കുമെന്നും ദൈവാനുഗ്രഹം കൊണ്ട് അതിൽ ആരും പരാതിപ്പെടുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളുമാണ് അവിടെ ഉള്ളതെന്നും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളിലുള്ളവർ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥയെ ദുർവ്യാഖ്യാനം ചെയ്ത് മോഹൻദാസ് ആരോപിച്ചു. പ്രക്ഷോഭത്തിനിടയിൽ ആരെങ്കിലും മരിച്ചാൽ അവരെ രക്തസാക്ഷികളാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി വെടിവെച്ചു കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മോഹൻദാസ് പങ്കുവച്ച മറ്റൊരു വീഡിയോയും വൻ വിവാദമായിരുന്നു. ജന്തർ മന്ദിറിന് ചുറ്റുമുള്ള 4 സ്ക്വയർ കിലോമീറ്റർ പരിധിയിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെട്ട ശേഷം വെടിവെപ്പ് നടത്തണമെന്നാണ് മോഹൻദാസ് പറഞ്ഞത്. അത്തരമൊരു സാഹചര്യത്തിൽ ആളുകൾ ചിതറിയോടുമെന്നും കുറെ പേർ മരിക്കുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്യുമെന്നും വെറും 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാക്കി ശവങ്ങൾ പെറുക്കി മാറ്റാമെന്നുമാണ് അദ്ദേഹം ന്യായീകരിച്ചത്. ഭരണഘടനാ മൂല്യങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയും സമൂഹത്തിൽ വിദ്വേഷവും അക്രമവും വളർത്താൻ ശ്രമിക്കുകയും ചെയ്ത മോഹൻദാസിനെതിരെ ഉടൻ നിയമ നടപടി സ്വീകരിക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദനാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. AIYF സംസ്ഥാന നേതൃത്വം ഇമെയിൽ മാർഗം സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി കൈമാറുകയായിരുന്നു. ടി.ജി. മോഹൻദാസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബലാത്സംഗം കൂട്ടബലാത്സംഗമായി നടക്കും. ദൈവം സഹായിച്ചതിന് പരാതി ഉണ്ടാവില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെയുള്ളത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥയിൽ മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യുന്നൊരു സ്ത്രീ പറഞ്ഞതായാണ് ആ കഥ അവസാനിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ വർഗ ബഹുജന ഗുണ്ടന്മാരെല്ലാം ഈ പരിപാടികൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ രക്തസാക്ഷിയായി എന്നാണ് മോഹൻദാസ് പറഞ്ഞത്. തനിക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിൽ സമരം ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്ന മോഹൻദാസ് മറ്റൊരു വീഡിയോയിലും പറഞ്ഞു. എനിക്ക് സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് പറയാം. ജന്തർ മന്ദിർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേർ മരിക്കും. കുറെ പേര് മരിക്കില്ല. കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ എന്നായിരുന്നു മുൻ വീഡിയോയിൽ മോഹൻദാസ് പറഞ്ഞ. എന്തായാലും വ്യാപക പ്രതിഷേധമാണ് ടി.ജി. മോഹൻദാസിനെതിരെ ഉയരുന്നത്.